കാര്യത്തിലേക്ക് കടന്നു വരാം. ബലാലെ ബേസ്, what a wonderful Churchill, my dear son. ഛേ, ഓടും. ജോസ് പ്രാശിന്റെ പുറം മാന്തി കൊടുക്കാൻ പറഞ്ഞു. ചാരയുടെ പുറമൊന്നും മാന്തി കൊടുക്കാൻ പറഞ്ഞേ. ഒരു സഹായം ചെയ്യാൻ പാടില്ല. ഹലോ മിസ്റ്റർ ടീം മാനേജർ. പറഞ്ഞത് 6 മാസം കൂടുമ്പോഴെങ്കിലും എന്റെ ഈ ഗൗൺ നൽകിയിടാൻ നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഈ ടീം മാനേജർ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തീരും. മിസ്റ്റർ വില്ലേജ് ക്രൂസ് രവി പെരേര, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ മരണത്തിന്റെ മണിമംഗല്യം മുഴങ്ങും. ഈ പാട്ട് കഴിഞ്ഞാൽ നിന്റെ ഐറ്റം. I see. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? Sure. നിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ആരും കാണാതെ നിമ്മിക്കോളെ. എന്നോട് പോലും യാത്ര പറയാൻ നിൽക്കണ്ട. കൊഴപ്പാവൂ രവിയേട്ടാ. എടാ, ഞാൻ ഇതുപോലെ അന്യരാജ്യത്ത് ജോബ് വിസ ഇല്ലാതെ 4 പേരെ മുക്കിയിട്ടുള്ളതാ. അതിൽ 3 പേര് ഇപ്പൊ നല്ല നിലയില്ല. ബാക്കി ഒരാളോ? അയാള് ജയിലില്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കില്ലേ രവിയേട്ടാ? എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഇതിനൊക്കെ കൂട്ടുവെക്കുന്നത്, അല്ലാതെ കാശിന് വേണ്ടി മാത്രമൊന്നുമല്ല. പിന്നെ അതെനിക്കറിയാം. അതെ, ജോലിയുടെ കാര്യം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ലല്ലോ. മലയാളം തന്നെ ഇടയ്ക്ക് തെറ്റി പോണു. പിന്നെയാണ് വേറെ ഭാഷ. ഇവിടുത്തെ ഭാഷ സ്പാനിഷാ. സ്പാനിഷ് ആണോ? എന്താ അറിയോ? ഇങ്ങനെ ഒരു ഭാഷയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു ഭാഷയെ അറിയാത്തോണ്ട് ഇവിടെ എന്ത് ഭാഷയായാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവര് പറയണ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ 3 കടലാസ് കഷ്ണങ്ങൾ പാസ്പോർട്ട് പോലെ നീ സൂക്ഷിക്കണം. നിനക്ക് പോകാനുള്ള സ്ഥലം സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ് ആദ്യത്തെ കടലാസ്. അതിൽ ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സിക്കാരനെ കാണിച്ചാൽ അയാൾ നിന്നെ അവിടെ കൊണ്ടിറക്കും. അയാൾക്ക് നീ ഇതിൽ നിന്ന് 5 യൂറോ കൊടുക്കണം. രണ്ടാമത്തെ ഈ കടലാസ് നിനക്ക് കാണാനുള്ള സായിപ്പിന്റെ അഡ്രസ്സാ. അതാരെ കാണിച്ചാലും സായിപ്പിന്റെ വീട് നിനക്ക് കാണിച്ചു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഈ കത്ത് സായിപ്പിന് കൊടുക്കണം. സായിപ്പ് ഉടനെ നിന്റെ ജോലി ശരിയാക്കി തരും. ദേവിയേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. അപ്പുറത്തേക്ക് ഞാൻ വരാം. കർത്താവേ, സ്പെയിനിൽ എന്നെ വഴിതെറ്റിക്കാതെ കാത്തോളണേ.